നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് ടോപ്പ് 25 കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. എവിടെ വെച്ചായിരുന്നു ടൂർണമെന്റ്? ഇന്ത്യയിൽ വെച്ച് തന്നെയായിരുന്നു ടൂർണമെന്റ് നടന്നത്. അപ്പോൾ വേദി ഇന്ത്യ, കിരീടം നേടിയതും ഇന്ത്യ. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും നേടിയ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും നേടിയതാരാണ്? സുനിൽ ഛേത്രിയാണ്. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം PSC 1 മാർക്ക് ചോദ്യം. മിന്നു മണിയാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം. ഒരു ഫാക്റ്റും കൂടെ ഓർത്തിരിക്കുക, IPL കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരവും ആര് തന്നെയാണ്? മിന്നു മണി തന്നെയാണ്. IPL കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം. കൂടാതെ ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം ആരാണ്? മിന്നു മണി. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? എയോലസ് എന്ന ഉപഗ്രഹമാണ്. എയോലസ്. അപ്പൊ ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യത്തെ ഉപഗ്രഹം ഏതാ? എയോലസ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. ലൂണ 25 എന്നത് റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA ക്ലാസ്സുകൾ നടന്നു വരികയാണ്. മാസ് റിക്രൂട്ട്മെന്റ് ആണ്. LDC ആയാലും LGS ആയാലും സെക്രട്ടേറിയറ്റ് OA ആയാലും നല്ല സുവർണ അവസരമാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഏത് പരീക്ഷയായാലും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കോച്ചിങ് തരുന്നത്. ഫുൾ സിലബസ് കവറേജ്, SCERT, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, ഷുവർ ഷോർട്ട് GK, SCERT മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ ഫുൾ പോർഷൻസും, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു പാക്കേജ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി കിട്ടുന്നത്. ഒരുപാട് പേര് ഇതിനോടകം തന്നെ ജോയിൻ ചെയ്തു. അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനും ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഹർഷിതം എഡ്യൂടെക്. പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സുവർണ അവസരം നിങ്ങൾ വിട്ടുകളയരുത്. ഇപ്പോഴാകുമ്പോൾ ക്രിസ്മസ് ഓഫറും ഉണ്ട്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷം ഞാൻ ജോലി കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത ഫാക്ട്, 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? വിയ്യപുരം ചുണ്ടനാണ്. വിയ്യപുരം ചുണ്ടനാണ് 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാ? വിയ്യപുരം ചുണ്ടൻ വള്ളം. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം, മാസ്കോട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വള്ളം തുഴയുന്ന ആനക്കുട്ടിയായിരുന്നു ഭാഗ്യചിഹ്നം. 2023 ഫെബ്രുവരിയിൽ നീതി ആയോഗിന്റെ CEO ആയി നിയമിതനായത് ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് 2023 ഫെബ്രുവരിയിൽ നീതി ആയോഗിന്റെ CEO ആയി നിയമിതനായത്. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന 2015 ജനുവരി മാസം 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി മാസം 1-ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം.
നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക 2023 പ്രകാരം ദാരിദ്ര്യരഹിതരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദാരിദ്ര്യരഹിതരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. കൂടാതെ നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക 2023 പ്രകാരം ദരിദ്രരില്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. അടുത്ത ഫാക്ട്, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ബ്രസീലിൽ വെച്ചിട്ടാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്. 2023 G20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്ത്യ. 2023 G20 ഇന്ത്യൻ ഷെർപ്പയായി നിയമിതനായത് ആരാ? അമിതാഭ് കാന്ത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 2023 G20 ഇന്ത്യൻ ഷെർപ്പയായി നിയമിതനായത് അമിതാഭ് കാന്ത് ആയിരുന്നു. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? വസുദൈവ കുടുംബകം, അതായത് 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. അടുത്ത ചോദ്യം, 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023 1-ാമതെത്തിയ രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് 2023? 126-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 126-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 126. 4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്? ശ്രീലങ്കയിലേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്. 4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ശ്രീലങ്ക. ഇത്രയും ഫാക്ട്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. വേദി ഇന്ത്യയായിരുന്നു. സുനിൽ ഛേത്രി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും നേടിയ താരമാണ് സുനിൽ ഛേത്രി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം മിന്നു മണിയാണ്. കൂടാതെ IPL കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരവും മിന്നു മണിയാണ്. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം ഏതാണ്? AOLS ആണ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. 2023 69ാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻ വള്ളം വിയപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടി. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2023 ഇന്ത്യയായിരുന്നു. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാമതെത്തിയ രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. 4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്? ശ്രീലങ്ക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഏതാണ്? ചൈനീസ് കപ്പലായ ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ മിന്നൽ പ്രളയം മൂലം ദുരന്തം സംഭവിച്ചത്? സിക്കിമിലാണ് മിന്നൽ പ്രളയം മൂലം അടുത്തിടെ ദുരന്തം സംഭവിച്ചത്. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ് കേരളീയം. കേരളീയം എന്ന പരിപാടി സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന സർക്കാരാണ്. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2022 ജേതാവ് ആരായിരുന്നു? എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 2022 വയലാർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വരുന്ന മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്റെ ഷോ. സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. മലയാളികളായ വിശിഷ്ട വ്യക്തികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്?
ടി പത്മനാഭനാണ് ലഭിച്ചത്. ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം 2023 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടി പത്മനാഭൻ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരമേത്? കോഴിക്കോടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട്. രാജ്യത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി 2023 തെരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരി ഗ്രാമമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി 2023 തെരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരി ഗ്രാമമാണ്. കലാ, സാഹിത്യം, സാംസ്കാരികം മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്ക് നിയമസഭാ പുരസ്കാരം. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി, അതായത് കയ്യെഴുത്ത് കലോത്സവം, കാലിഗ്രഫി ഫെസ്റ്റിവൽ വേദി എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു. 2023 സെപ്റ്റംബറിലെ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഈ ചോദ്യം PSC ചോദിച്ചു, അടുത്തിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ആൻസർ ഇടുക്കി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യാറുണ്ട് പാലക്കാട് അല്ലേന്ന്. പാലക്കാട് മാറി, അത് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കി വെക്കുക. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടന്ന UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടന്ന UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021 ആണ്. 2021. ഇത് അടുത്തിടയ്ക്ക് ചോദിക്കുകയും ചെയ്തേ ഈ ചോദ്യം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ഇടപാടുകൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് KSFE പവർ. KSFE ഇടപാടുകൾക്ക് ആയിട്ട് അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താ? KSFE പവർ. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി രൂപം കൊടുത്ത ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി രൂപം കൊടുത്ത ദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. മിതാലി രാജിന്റെ ജീവിതകഥ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏത്? ഷബാഷ് മിഥു. ഷബാഷ് മിഥു എന്നത് മിതാലി രാജിന്റെ ജീവിതകഥ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ്. മിതാലി രാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 20 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ വനിതയാണ് മിതാലി രാജ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ദീർഘകാലം വഹിച്ച വനിതയാണ് മിതാലി രാജ്. വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരമാണ് മിതാലി രാജ്. 2021 ഖേൽരത്ന പുരസ്കാരവും നേടി. അപ്പൊ മിതാലി രാജിന്റെ ജീവിത കഥ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ഷബാഷ് മിഥു. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി രൂപം കൊടുത്ത ദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ അജയ്. KSFE പവർ എന്നത് KSFE ഇടപാടുകൾക്കായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. 2021 തുർക്ക്മെനിസ്ഥാനിൽ നടന്ന UN ജനറൽ അസംബ്ലി 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായി പ്രഖ്യാപിച്ചത്. 2023 സെപ്റ്റംബറിലെ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കിയാണ്. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ, അതായത് കയ്യെഴുത്ത് കലോത്സവം, അതിന്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു. കലാ, സാഹിത്യം, സാംസ്കാരികം മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി 2023 തെരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരി ഗ്രാമമാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട്. ടി പത്മനാഭനാണ് 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. എന്റെ ഷോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ വരുന്നതാണ്. സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കേരളീയം പരിപാടി കേരള പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിൽ എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ്. സിക്കിമിലാണ് അടുത്തിടെ മിന്നൽ പ്രളയം മൂലം ദുരന്തമുണ്ടായത്. ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ. 4 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ള സ്ഥിരം കപ്പൽ സർവീസാണ് ആരംഭിച്ചത്? ശ്രീലങ്ക. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസ്
ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്തോളാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA മുതലായ കോഴ്സുകൾ ലഭ്യമാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെ എടുത്തു തരുന്നത്. സിലബസ് ഫുൾ കവറേജ് ആണ്. SCRT അടക്കം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കം, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് അടക്കമാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് അടക്കം എപ്പോൾ വേണമെങ്കിലും എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാനുള്ള ഫെസിലിറ്റി അടക്കമാണ് ഞാൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയി ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.